ഹലോ ഗൈസ്, കിങ് ഓഫ് ഗെയിമിൻ്റെ പുതിയൊരു വീഡിയോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ 99 തന്നെ റോബ്ലോക്സിൽ. പക്ഷേ ഇന്ന് നമ്മൾ ആദ്യം ഒരു ഈവൻ്റ് കളിച്ചത് ഗോട്ട്, അതിൻ്റെ വേറൊരു ഈവൻ്റ് നടക്കുന്നുണ്ട്. ഇത് ന്യൂ എനിമി അല്ല, ഇതൊരു റെയിനൊക്കെ ഉണ്ടാവും. നമ്മളെ ആ റെയിനിലൊരു വ്യത്യാസം വന്നുകൊണ്ട് ഇത് നമ്മളെ മിറ്റിയോർ ഷവർ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ആ ഈവൻ്റാണ് ഇപ്പോൾ നമ്മൾ കളിക്കാൻ പോകുന്നത് ഗൈസ്. ഇത് കഴിഞ്ഞ് വേറെ എന്തോ ഒരു ഈവൻറ്റും കൂടി വരുന്നുണ്ട്, അതും നമുക്ക് എന്തായാലും കളിക്കണം. ഇതിപ്പോൾ നമ്മൾ കുറേ ഇതുണ്ടാ ഈ ഗ്ലാസ് കഴിഞ്ഞ് ഇപ്പോൾ 2 ബാൻഡേജിൻ്റെ ഗ്ലാസ്സൊക്കെ കഴിഞ്ഞ് ഇത് നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോ ഉണ്ടോയെന്നൊക്കെ അറിയില്ല. എല്ലാം കിട്ടില്ല. 2 ബാൻഡേജ് നമുക്ക് ഫസ്റ്റ് തന്നെ ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് കളിക്കല്ലേ. ഇതാരാ എന്നെ ജോയിൻ ചെയ്യും? ഇതാരെ ഫ്രണ്ടാ ഇന്ന് കോണ്ടാക്ട് ചെയ്ത് നമുക്ക് ഓരോ കൂടെ കയറാം. 5 ആൾക്കാർ വേണ്ടേ? അതല്ല എത്ര 5 അതിനൊന്ന് കയറിയാൽ മതി. ആൾക്കാരന് വേണ്ട, നമുക്ക് ഈ 4 പേര് ആ ഫ്രണ്ട് അവിടെ കയറിയാൽ പോയാൽ 5 പേരുടെ കേസ് നമ്മളവിടെ കളിക്കാൻ. ഗ്ലാസ് വേണ്ട, റിവാർഡാ എന്തൊക്കെ ഉണ്ടല്ലോ. റിവാർഡ്സ് ഫയർ, ബ്ലൂ ഫയറാ, എന്തൊക്കെയോ വന്നിട്ടാ. ഞാനൊക്കെ തന്നെയാണ് ഇപ്പോൾ പേടിക്കണ്ട. എന്താ ആ സെല്ലുണ്ടായി ചിഹ്നം മിറ്റിയോർ ഷവറിൻ്റെ, അതാണ് ഇപ്പോൾ അടുത്ത് അപ്ഡേറ്റ് ചെയ്യുന്നത്. എന്താ കളിക്കാം, കളിക്കാം. 5 പേര് ഭയങ്കര പണിക്കാട്ടോ. എന്തോ ഒരു ഇരിക്കുന്നിട്ട് നമുക്ക് പണിക്കണം. നമുക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കാം. കളിച്ചാൽ അതിൽ വലിയ ഇതുണ്ട്, കോളുണ്ട്. ആ ഫാസ്റ്റ് തന്നെ ക്വാളിറ്റി ഇല്ലാന്നല്ല, നമ്മളധികം പണിയും ചെയ്യില്ല. ഇനി ഒരു കോളിട്ടാ പരിപാടി. ഒരു നമുക്ക് ഫസ്റ്റ് നമുക്ക് ഈ വിമാനം അടക്കം പറ്റത്തില്ലേ. അവിടെ ഇഷ്ടം പോലെ കോള്, ഈ 2 കോള് ഇത് ഫുള്ളായല്ലോ. മാപ്പ് ഇപ്പോൾ തന്നെ ഉണ്ടാക്കി. നമുക്ക് തൽക്കാലം ഇത് ഇതാക്കാം. ഈ സ്പെക്ട് ഇറക്കാം. സ്പെക്റ്റുള്ളിൽ എന്താ കിട്ടുക? ഫ്ലാഷ് ലൈറ്റ് മൊബൈൽ ഇറക്കാം. റേഡിയോ എടുക്കാം. ഒക്കെ എടുക്കാം നമുക്ക്. പട്ടീനെ ഇപ്പം തന്നെ കൊണ്ട റിവോൾവർ നമ്മൾ ടൈറ്റ് ഇല്ല. അത് നമുക്ക് ആവശ്യമുണ്ടാവും. ഇപ്പോൾ ഇത് കിട്ടാണെങ്കിൽ റിവോൾവർ കിട്ടാനില്ലേ ആവശ്യമുണ്ടാവും. അടുത്ത കളി ജയിച്ചില്ല ഇതായിട്ടുണ്ടാവും. മാപ്പ് ഫുള്ളായിട്ടുണ്ടാവും. ടെൻറ്റ് അതിലും കോളുടെ ആണ്. അതിൽ മറ്റേ തെറ്റേട്ടാ. ഇതിലൂടെ എന്തെങ്കിലും ലക്കുള്ളത് ഉണ്ടായാൽ മതിയായിരുന്നു. റൈഫിലൊക്കെ ഉണ്ടാവും. മാപ്പ് ഗുഡ് ഇവർക്കെന്താ കിട്ടി? ഫാസ്റ്റ് റിവോൾവർ കിട്ടുക. അപ്പോൾ നമുക്ക് ഇവരെ കൊല്ലാം. ഫസ്റ്റ് 2 ബാൻഡേജിൻ്റെ ബെഞ്ചിനെ പേടിക്കുന്നത്. ഇന്നാരും വെടിയുണ്ടല്ലോ. ഈ വാഴ എന്നെ വെടിവെച്ചത്. നാളെ നീ വെടിച്ച് കൊന്നോട്ടാ. ഞാൻ 2 തീർക്കും. കൊല്ലു ഏടാ ആള് സീനായിട്ടാ. അതിൻ്റെ ഗുഡ് സാക്ക് ഉണ്ടോ? നമുക്ക് ഇവിടുത്തെ വീട്ടിൽ ഗുഡ് സാക്ക് കിട്ടിയാൽ മതി. അതിനെ ഓർത്തോളൂ. ചുരുന്നെടുത്താ ഈ പട്ടിയാ തുറക്കട്ടെ. ഗുഡ് സാക്ക് കിട്ടണേ. ഫ്ലാഷ് ലൈറ്റ് എടുക്കാൻ പറ്റില്ല. അത് കിട്ടില്ല. ഫ്ലാഷ് ലൈറ്റ് ആകുമ്പോൾ ഭൂതത്തിന് വേണ്ട. എൻ്റെ പ്രശ്നം ഇത് ഫുഡൊക്കെ കിട്ടുമോ? ഞാൻ അവിടെ പാക ഫുള്ള് പെട്ടിയല്ലോ. പെട്ടിയും കോളന്നാകും. എനിക്ക് ഫിഷിങ് ആണ് എൻ്റെ ഗുണം കേട്ടോ. ഈ ഫിഷിങ്ങിൽ SPB കുറേ മീനെ പിടിക്കണം. അതൊക്കെ ഞാൻ പിടിച്ചിട്ടാ. അടിപൊളി മീനെ കാണിച്ചിടാം. പിന്നെ ഈ ലാവയിൽ നമുക്ക് റിവോൾവർ ലാവയിൽ നമുക്ക് ചൂണ്ടിടാൻ പറ്റും ഗൈസ്. അത് ഞാൻ ഇപ്പോൾ അടുത്തിട്ട് അറിയുന്നു. ഇതുണ്ടാ മീനുണ്ടാ ഇവിടെ ഈ ഈല് മറ്റു സാധനം കണ്ട ഈ പാമ്പ് വരുന്നത്. അത് കിട്ടണ ലാവയിൽ കിട്ടണ ലാവ ഈ ഫിഷാണ് എന്താ പറഞ്ഞിട്ട്. പിന്നെ സാൽമണും കിട്ടിയതുണ്ടാ. മുകളിലൊരു വലിയ മീൻ മഞ്ഞ കളറിലെ ഓറഞ്ച് കളറിലെ അതാണ്. പിന്നെ 2 ഉണ്ട്. അത് നമുക്ക് നോർമലായി കിട്ടണം തന്നെ. പിന്നെ നമ്മൾ കുറച്ച് മീനും കൂടി പിടിക്കാണ്ട്. ബൂട്ടാ അതിൽ കുറേ സാധനങ്ങളുണ്ട്. ഈല് നേരത്തെ കുറേ സാധനങ്ങൾ നമുക്ക് പിടിക്കാണ്ട്. സാൽമണൊക്കെ നല്ല കഷ്ടപ്പെട്ട് പിടിച്ച് നമുക്കിത് ടേക്ക് വെക്കാം. മോൺസ്റ്ററൊക്കെ എപ്പോഴാണ് പച്ചക്കിട്ടേ നമുക്ക് രസം കേട്ടോ.
നമുക്ക് ഇത് കൂട്ടിയ എല്ലാവരും പ്രൊഫഷനല്ല ഗൈസ്. എല്ലാവരിലും റിവോൾവർ ഉണ്ട് ഗൈസ്. എല്ലാവരും വൺ പ്രോവാട്ടോ. ഇത് ഫിഷിങ് ചെയ്യാം. ഫിഷിങ് കുറച്ചുകൂടെ നല്ലതാണ്. പിന്നെ ഫിഷിങ് ചെയ്യാൻ നല്ല രസമുണ്ട്. നമുക്ക് റിയൽ ലൈഫിൽ ഫിഷിങ് ചെയ്യാനൊക്കെ വരുന്നു. നല്ല റോഡ് എടുത്തില്ലെങ്കിൽ ഫിഷിങ് നല്ല രസമുണ്ട് ഗൈസ് ഈ ഫിഷിങ് ഒക്കെ ചെയ്യാനായി. പിന്നെ ഈ ഗെയിം നമുക്ക് സർവൈവർ ആയതുകൊണ്ട് നല്ല രസമുള്ള ഗെയിമാണ്. പിന്നെ റോബ്ലോക്സിൽ വേറെ ഗെയിമൊക്കെ കളിക്കണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ എന്തായാലും കളിക്കും. ഇതിൽ മിറ്റിയോഷവർ എപ്പോൾ വരും എന്നാണ് അറിയാത്തത്. അയ്യോ അയ്യോ ഇത് മീന. പിന്നെ ഇതിൽ പ്രോ ആണ് കേസ്. ഇതിൽ ഇങ്ങനെയാണ് ഇതിനെക്കാട്ടും ചെറുതിലാണ് ആ ഈല് പിടിച്ചത് കഴിഞ്ഞ്. ഇതെന്ത് മീനാണ് അറിയില്ല, നോക്കാം. അയ്യോ ഇത് ഭയങ്കര കഷ്ടമല്ലോ. അയ്യേ ആ സാൽമണ്. സാൽമൺ പിന്നും കിട്ടി. സാൽമൺ പച്ചക്ക് തിന്നാൻ പറ്റുമോ? ഓ പക്ഷെ സാൽമൺ ശരിക്കും പച്ചക്ക് തിന്നുമ്പോൾ പറ്റുമല്ലോ. പിന്നെന്താ ആവും, അത് ഗെയിമായുണ്ടാവും. നമുക്ക് ലാവേ പോയിടല്ല ഗൈസ്, ലാവേ പോയിടാം. നിങ്ങളൊന്ന് കാണണ്ടായി. ഞാൻ ഇതായിട്ട് ലാവ ഇട്ടിട്ട് ഞാൻ ചില്ലിങ്ങ റോഡി ടേക്ക് ഫാസ്. ഓ അവിടെ മറ്റേതുണ്ടല്ലോ, ഇത് ഗോളാ. ഫുട്ബോളല്ല, ബാസ്കറ്റ് ബോൾ. നമുക്ക് ടേക്ക്, നമുക്ക് ഗുഡ് ആക്സ് കിട്ടില്ല. ഇതിന് ഞാൻ എന്തോ സാധനം ചെയ്തിട്ടാ ഇത് വെച്ചിട്ടേ സാക്കിലാക്കി ഇതിങ്ങനെ ഐക്കറിയാൻ പറ്റുമല്ലോ. എറിഞ്ഞ എന്താ കിട്ടുക അറിയില്ല. പിന്നെ വീഡിയോയിലൊക്കെ ഉണ്ട്, പക്ഷെ എറിഞ്ഞ് ലെതർ കിട്ടി. ഇവിടെ മറ്റേത് ഇതാണ് വേറെ കൊട്ടാരോ. ഈ എന്തോ വരെ പറയുമല്ലോ, കൾട്ടിസ്റ്റ് എന്താ പറയും, അത് അവരെ കൊട്ടാരാണ് കേസ്. എന്ത് ബോഡിയാ ഇതൊന്നും അറിയില്ല. ഞാൻ എന്തോ ബോഡി മറ്റേ. അയ്യോ ഇനി ഇവിടെ ഫിഷിങ് ചെയ്യണം. നല്ല സ്ഥലത്ത് ഫിഷിങ് ചെയ്യണം കേസ്. ഇനി നമുക്ക് അവിടെ ഫിഷിങ് ചെയ്ത് നമുക്ക് ആഴ്ച കിട്ടും. അത് ചെയ്താൽ നമുക്ക് ഇവരെ കൊല്ലം തൽക്കാലം. സെക്കൻഡ് വീട്ടിൽ പേര് ഫസ്റ്റ് ഇവരെ തീർത്തിട്ടുണ്ട്. നമുക്ക് ഈ സ്റ്റീക്കും നല്ല എന്താ ഉണ്ട് ഒക്കെ കളയാം. എനിക്ക് സ്റ്റീക്ക് വേണ്ട, ഈ ഇത് ഇത് വേണം. റേഡിയോ അറിയാം. നമുക്ക് ഇവരൊക്കെ തീർക്കാൻ കുറച്ചെണ്ണത്തിന് തീർത്തിടാം. 2 പഞ്ചി ഉണ്ടല്ലോ ചാവടം. അവിടെ ബെൽറ്റ് ഇടാ, ബെൽറ്റ് എടുത്താലോ, ബെൽറ്റ് എടുക്കാം. അയ്യോ ഇവരും ഇവരൊക്കെ വന്നു. അയ്യോ ബാൻഡേജ് കിട്ടിയില്ലേ. അയ്യോ ഞാൻ ചത്ത്. എടാ റോണിയെ രക്ഷിക്കടാ, ചാവടാ. അപ്പോൾ മണ്ടിക്കോ ഓടിക്കോ എന്തെങ്കിലും കാട്ടുക. അവനെതിരാക്കോ ചത്ത എന്തായാലും അവനെ രക്ഷിക്കാൻ പറ്റില്ല. അവിടെ ഗുഡ്സാക്ക് ഭാഗ്യം, അത് ഓനക്ക് കിട്ടി ഗുഡ്സാക്ക് കഴിച്ച് ഞാൻ എടുത്ത്. എൻ്റെ ബുദ്ധിയാണ് വല്ലാത്തൊരു ബുദ്ധി തന്നെ. എടാ മച്ചാനെ എടുത്ത് പെറുക്കിക്കോ, സാധനങ്ങളൊക്കെ പെറുക്കിക്കോ. ഇപ്പോൾ ഓൻ്റെ ഗുഡ്സാക്ക് കിട്ടിയപ്പോൾ ഓൻ്റെ ഗുഡ്സാക്ക് ഉണ്ട് കൊണ്ട് കഴിച്ചു. അത് ഓനക്ക് വേണ്ട, എനിക്ക് വേറെ ഹൺഡ്രഡ് കാട്ടും. നീറ്റെടുത്ത് പച്ചക്ക് റോണി ഡെഡായി. നമുക്ക് ചിലപ്പോൾ എടുത്തിട്ട് റോണി രക്ഷിക്കാം. റോണിയാ നീ ജീവിച്ചടാ. കളിക്കടാ. ഇതെന്താ അങ്ങനെ? റോണിയെ ഫസ്റ്റ് ഡേനെ കേസ് 2 ചിൽഡ്രനെ രക്ഷിച്ചു നമ്മൾ. ഇവനെന്താ കട എത്ര പേരാടാ രക്ഷിച്ചിട്ടായിരുന്നു ഇപ്പോൾ. അതിനെ കയ്യിലെടുത്ത് ഞാൻ രക്ഷിച്ചിട്ടാ. ഞാൻ അയ്യോ ഈ മീറ്റൊക്കെ പച്ചക്ക് തന്നെ നമ്മളെ ഹെൽത്ത് അല്ല ഹങ്കറാണ് കുറവ് കഴിക്കണ്. വേഗം എന്തെടുക്കാം. അയ്യോ അവർക്കൊക്കെ ഇതായാലും കിട്ടി. എന്നിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടുക നോക്കാം. അവിടെ ഒരാൾക്ക് റൈഫിൾ കിട്ടിയല്ലോ. ഇത് ആർക്ക് കിട്ടിയ? എനിക്ക് കിട്ടിയ തന്നെ അറിയില്ല. നമുക്ക് ഇതാക്കാം. യുവറ ഹംഗ്രിയടാ. ഇപ്പോൾ അച്ചക്കിട്ടുന്നുണ്ടോ നടക്കുള്ളൂ. വേഗം ക്യാമ്പ് ഫയർ എടുത്ത് പോരെ നടക്കുള്ളൂ.
വേഗം പോണം വേഗം ഫാസ്റ്റ് അല്ല ഗൈസ് ഒന്നും നമ്മളതിന് മിസ്സായിക്കണം. എടാ ഞാൻ ചത്ത് അതെന്നെ പിടിച്ച് ഗൈസ്. നായ്ക്കൾക്ക് ഇത്ര സ്പീഡാ. ചത്ത് ഗൈസ് നമുക്കൊരു മണ്ടത്തരം പറ്റി. ഞാൻ ആദ്യം കളിച്ച എന്താ ഒരു മിറ്റോറ് വരാഞ്ഞേ. അത് ഞാൻ മറ്റേ ഈ ഈവെൻറ്റിൽ ജോയിൻ ചെയ്തില്ല. ശരിക്കും 2 പ്ലേ ഉണ്ട്. ഒന്ന് ഈവെൻറ്റ് ജോയിൻ, ഒന്ന് നോർമൽ പ്ലേ. ഞാൻ അറിയാതെ ഈവെൻറ്റിൽ ജോയിൻ ചെയ്യാൻ മറന്നുപോയി. അതാണ് നമുക്ക് ആദ്യം മിറ്റോർ വരായിരുന്നു. ഭാഗ്യം സെക്കൻഡ് റിവോൾവർ ഫസ്റ്റ് കിട്ടിയത് ഗൈസ്. ഞാൻ ഫസ്റ്റ് പെട്ട് വന്നപ്പോൾ ഫസ്റ്റ് റിവോൾവർ. ഓ എന്താ ലക്കില്ലേ. ഡേ നൈറ്റായി ഗൈസ്. അവിടെ 2 3 ഒരു എങ്ങോട്ട് പോകും ഗൈസ്. നമുക്ക് ഇത് കിട്ടിയില്ല. നല്ല ഇത്ര പരിപാടി. അവനെ ഓടിക്കണമെങ്കിൽ ഇത്ര ഉള്ള പരിപാടി ഗൈസ്. 11 മിനിറ്റ് 10 സെക്കൻഡ്. പോണായിക്ക് നമുക്ക് എന്ത് കാണാനില്ല. എനിക്ക് സാമ പിടിക്കുന്നത് കാണിച്ചു തന്നു ഞാൻ. ഒരു ഫ്ലാഷ് ലൈറ്റിൻ്റെ മുകളിൽ എടുക്കാം. ഫ്ലാഷ് ലൈറ്റ് നമ്മൾ ആദ്യം ഗ്ലാസ്സസ് ഫ്ലാഷ് ലൈറ്റ് കഴിഞ്ഞില്ലേ, അതിൻ്റെ ഓർമ്മയിൽ ആ ഫ്ലാഷ് ലൈറ്റ് എടുക്കൽ ചെയ്യാൻ മറന്നുണ്ട്. ഒരു ഫ്ലാഷ് ലൈറ്റ് തട്ടാം. ഫ്ലാഷ് ലൈറ്റ് ഫ്ലാഷ് ലൈറ്റ് ഫിഷിങ് ഏരിയ. ഈ ഫിഷിങ് ഏരിയക്ക് ഞാൻ തപ്പ് കിടന്നു കിട്ടി. നമുക്ക് നൈറ്റ് ഫിഷിങ് ആയി ഗൈസ്. ദിസ് ഈസ് എ നൈറ്റ് ഫിഷിങ് ടൈം. നൈറ്റ് ഫിഷിങ് ഞാൻ പോവുകയാണ് ഗൈസ്. നൈറ്റ് ഫിഷിങ് നൈറ്റ് അതോ ഈ അതേ മീൻ ഗൈസ്. അങ്ങനെ മീനാ അടിക്കുവോ? അതെന്ത് മീനാ? അത്രയും ചെറിയൊരു മീൻ. അങ്ങനെ അടിക്കാനൊന്നും പറ്റുമല്ലോ. ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഏതും വലിയൊരു മീൻ. ഇതൊരു മീൻ. ഇതാണ് കേസാ പറയുന്നത്. അത്രയും ഇതുള്ള സാധനമാണ്. നമുക്കുണ്ടല്ലോ ഇത് നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇത് എന്ത് ചെയ്യണം ഗൈസ്. ഇത് ഗൈസ് വെറൈറ്റി ഇത് മീൻ കേട്ടോ. അയ്യോ ഗൈസ് ആ മീൻ പോയി. ഒന്നും കൂടെ പിടിക്കാം. ഇത് നോർമൽ മീനാണ്. എന്ത് നോർമൽ മീൻ പിടിക്കാത്തത്? എൻ്റെ കഴിവൊക്കെ പോയി. നോർമൽ മീൻ വേണ്ട. നോർമൽ മീൻ പിടിക്കാൻ പറ്റിയത് ഞങ്ങൾക്ക് ചിൽഡ്രൻ ഫിഷ് കല. എന്നിട്ട് ലാവ ഫിഷിങ് നടത്താൻ പറ്റൂല. ഇതൊക്കെ ലാഗാവുന്നു. നോർമൽ ഫിഷ് നമുക്ക് പച്ചക്കറി തിന്നാൻ പറ്റുന്ന ഇങ്ങനത്തെ സത്ത് തോന്നി മീൻ അതറിയില്ല. നമുക്ക് വരെ ഇതാക്കാം. എത്ര 12 വന്നിട്ട് ചാവുന്ന 3 ആമ ഒരു പറ്റി. ചില നേരത്തിൽ 2 സ്റ്റീക്ക് മാത്രം ഗൈസ്. 5 വുഡിൽ 5 സ്റ്റീക്ക് കിട്ടും. ഇതിൽ സ്റ്റീക്ക് ഇത്തിരി സ്റ്റീക്ക് ഉണ്ട്. അതാണ് കുറച്ചുകൂടി നല്ലതായി. എനിക്ക് വേറെ പേര് പറഞ്ഞേ കേട്ടിട്ടുണ്ട് സ്റ്റീക്ക് എടുക്കാൻ നല്ലതായിരുന്നു. എല്ലാ വുഡും കൂടി എടുത്താലേ ബണ്ണി ഇത് എല്ലാം കിട്ടുന്നുണ്ടല്ലേ. ടോട്ടൽ പോരി അതേപോലെ സ്റ്റീക്ക് മാത്രം എടുക്കുന്നുണ്ട്. അതൊക്കെ വേണം ചെങ്ങായി. 6 പേരിന് കിട്ടി. ഇത് 2 പേരുടെ ചത്തല്ലോ. അടിപൊളി. ഇനി നമുക്ക് എല്ലാ ഒരു സ്പേസും ആണോ? ഒരു പൈസ കുട്ടിയെ ചാക്കിലാക്കണ്ടേ നോക്കണത്. ഇനി ഈ കുട്ടിക്കുരുക്കിനെ
ഒരു സ്റ്റീക്ക് കളഞ്ഞിട്ട് ഇവനെ ചാക്കിലാക്കണം. ഇപ്പം ചാക്ക് ഈ ചെറിയ ചാക്കിലൊക്കെ ഇങ്ങനെ കൊള്ളു സാക്ക് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ചാക്കാവും. ഏമ എടുക്കാം, റിവോൾവർ കൊടുത്തോട്ടെ. അല്ല ഇതല്ലേ ഏമ ഞാൻ എടുക്കില്ല. ഏമ ഞാൻ എടുക്കും. ക്യാമ്പ് ഫയർ കെട്ട് വിചാരിച്ചാൽ കാണായിവേ. നമുക്ക് നാളെ ലാവ ഫിഷിങ് പോകാൻ പറ്റും നോക്കാം. ലാവയിൽ ഫിഷ് ചെയ്യാൻ അത് രസമുണ്ടാവും. നമ്മള് പവറായി അയ്യോ നാട്ടുകാരി ഓടി വരുന്നേ ലൈറ്റിൻ്റെയോടൊക്കെയാണ്. ജടാ മിറ്റിയോർ ഷവർ രാവിലെ നമുക്ക് റഡാറുണ്ടാകുന്നതാ. റഡാറുണ്ടാക്കാൻ പോട്ടെ ഗൈസ്. മിറ്റിയോർ ഷവർ വന്നില്ലേ? അപ്പോഴാണ് ഗൈസ് മിറ്റിയോർ ഷവറിന് അനുപോലെ കാണുന്നിട്ടാ. എന്താ അന്ന് രാത്രി ആരും പിടിക്കാൻ വരില്ലല്ലോ. നമുക്ക് നോക്കാം ഇന്ന് ആരെ പിടിക്കാൻ വരുന്നത്. ഇന്ന് രണ്ടിലൊന്നും അവരറിയും. ഇതൊക്കെ അവിടെ തന്നെ പ്ലാൻ ചെയ്യാം. അതിൻ്റെ വുഡാവും. ആരോ ചത്ത് സെൽഫി ചോദിക്കും. എവിടെ പോകാൻ തുടങ്ങാൻ രക്ഷിക്കാം. കളിക്കാൾ കാര്യം വേണ്ടേ? കളിക്കണമെങ്കിൽ ആൾക്കാർ വേണം. രക്ഷിക്കാൻ വരുന്ന മച്ചാനെ നിങ്ങൾ പോകണ്ട. നിങ്ങൾ രക്ഷിക്കാൻ വരും. നായകനായ ഞാൻ. ഇവിടെ എന്താ രക്ഷിക്കാം? നമുക്ക് രക്ഷിക്കാം. എൻ്റെ ഹെൽത്ത് പറഞ്ഞു വിളിക്കാൻ വന്നു അറിയിക്കൂലേ? ഇതെന്താ നീലമീറ്റാ? നീല കളർ മീറ്റ്. ഇതെന്താ ഉണ്ടായ? എന്താ ഇവിടെ തന്നേ? എന്താ ഉണ്ടായ? നമുക്കൊന്നും അറിയില്ല. നമുക്ക് അതിൻ്റെ റഡാർ ഉണ്ടാക്കാൻ നോക്കാം. റഡാർ ഉണ്ടാക്കാൻ കളിയിലാണ് ഇപ്പം നമ്മൾ. റഡാർ ഉണ്ടാക്കി എന്താണെന്ന് കാര്യം അറിയില്ല. റഡാർ ഉണ്ടാക്കിയാൽ ഈ മെറ്റൽ ഡിറ്റക്റ്റ് ചെയ്യുന്ന സാധനമാണ് മനസ്സിലായി. മെറ്റൽ ഡൈമൻസൊക്കെ ഡിറ്റക്റ്റ് ചെയ്യുന്ന സാധനമാണ് മനസ്സിലായി. പ്ലാന്റ് നമുക്ക് നോക്കാം. റഡാർ ഉണ്ടാക്കാം. ഇനി കുറച്ച് വുഡും കൂടിയാണ്. ഇനി ഈ വുഡ് കൂടി മാത്രം മതിയുന്നുണ്ട്. അല്ല ഇനി വേണം ഈ വുഡും കൂടി, മറ്റേ വുഡും കൂടി ഇടണം. ഒരു വുഡും കൂടി ഇടണം. എന്താ പറയുക, റഡാർക്ക് ഞാൻ 6 വുഡ് ഇട്ട് 6 എത്ര 12. അപ്പോൾ ഇതെന്താ സ്റ്റോറി ഗെയിം നമുക്ക് വട്ടായി നോണ്ട്. പ്ലാന്റ് ഉണ്ട് അൺലിമിറ്റഡായി. ഇനി ആരും ഉപയോഗിക്കല്ലേ ഉപയോഗിക്കാതിരുന്നാൽ മതി. നമുക്ക് റഡാർ ഉണ്ടാക്കാം. റഡാർ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. അയ്യോ ഫുഡ് വെച്ചിട്ട് ഈ എന്താണ് ഫസ്റ്റ് ആ വുഡ് അയ്യോ ഒന്ന് അറ്റാക്ക് നടക്കും ഗൈസ്. ഞാൻ റിവോൾവർ എടുത്ത് പൊട്ടിക്കും. ഞാൻ ഇവിടെ ചാവടി എന്തോ പറക്കുന്ന വെച്ചിട്ട് കഷ്ടം. ചാവടാ. നമ്മളെ ഹെൽത്ത് പച്ചക്ക് തിന്നാൻ ഞാൻ നോക്കണേ. ഗൈസ് സ്കിപ്പ് കാണിച്ചാൽ നമ്മളിതാക്കുക മതി. ഇതൊക്കെ ഈറ്റ് ചെയ്തോ നമുക്ക് വേണ്ട സാധനങ്ങൾ. നമ്മളെ കൂടെ ആൾക്കാരൊക്കെ ഇല്ല. രക്ഷിക്കൊരു വാഴ ചെയ്യുന്നു. എല്ലാവരും പോയി വാഴ എല്ലാവരും വരില്ല. നമ്മളെ റഡാറ് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ലല്ലോ. നമുക്ക് ഒരു ടോപ്പിക്. അയ്യോ ആരാണ്
റിവോൾവ് എടുത്ത് പൊട്ടിക്കും. ചാവടാ 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 ചാവടാ. അയ്യോ ചാവടാ. നീ എന്നാ മരം പൊട്ടില്ല ആക്സെപ്റ്റ് ചാവടാ. ഒരു വെട്ടുണ്ടായിട്ടുള്ളൂ. ആ കൾട്ട് ജമ്മിച്ചെടുത്തോ. യോ ഞാനാരാ റഡാറുണ്ടെങ്കിൽ ആൾക്കാർ കണ്ണറിയുണ്ട്. എന്താ റഡാർ നോക്കാൻ പറ്റില്ല. സ്കാൻ സ്കാൻ എന്ത് സ്കാൻ എന്താ 0 മെറ്റലൊക്കെ കഴിഞ്ഞ മെറ്റലൊക്കെ എന്തായി 0 എന്താ സ്കാൻ ചെയ്യാൻ നമുക്ക്. അയ്യോ സ്ക്രാപ്പ് വേണം സ്കാൻ ചെയ്യാ. ഡയമണ്ടാ ഇതുണ്ട്. ഇതെന്താണ് ഈ സ്കാൻ ചെയ്യാനും മെറ്റലാണോ? പിന്നെ എന്തിനാണ് മെറ്റൽ കണ്ടുപിടിക്കണേ? സ്കാൻ ചെയ്യാൻ മെറ്റലാണെന്ന് പറഞ്ഞത്. യെസ് ഞാനൊരു അടിപൊളി സാധനം പറഞ്ഞിട്ടാണ് നോക്കിട്ടാ. ഇത് ഞാൻ നോക്കിയത് ഈ ആമോ ക്രിയേറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഗുണമുള്ളതാണ്. നമുക്കിപ്പോൾ വുഡ് ബെഡ് ഉണ്ടാക്കാം അല്ലേ. വുഡ് ബെഡ് ഉണ്ടാക്കാം. നമുക്കതിന് സ്ക്രാപ്പ് വെക്കണം. ഡ്രോയിങ്ങോ അപ്പോൾ വേറെ ഹംഗ്രി ഗൈസ്. ഈ ഹംഗ്രി മറിയില്ല. അപ്പോൾ ഗൈസ് നമ്മളെ വീഡിയോ നോക്കുകയാണ്. അപ്പോൾ നമ്മൾ മിക്കോസോറ് കണ്ട് ഇനി എന്തെങ്കിലും വീഡിയോൻ്റെ പാർട്ട് 2 എന്തെങ്കിലും വേറെ അറിയാമോ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ എന്തായാലും ചെയ്യും. അപ്പോൾ ഓക്കെ നമ്മൾ ലാവ ഫിഷിങ് നടന്നില്ലല്ലേ. നടത്തിയിട്ട് നമ്മൾ വീഡിയോ എടുത്താം ഗൈസ്. നമ്മൾ ലാവ ഫിഷിങ് പിന്നെ ഇവിടെ നടത്താം. ആൽഫകളും എല്ലാ പട്ടികളും വന്ന് എന്നെ കൊന്നു. അപ്പോൾ ഗൈസ് നമ്മളെ ലാവ ഫിഷിങ് നമുക്ക് പിന്നെ നടത്താം. ഇനി എപ്പോഴെങ്കിലും കളിക്കുകയാണെങ്കിൽ ഇനി ഒരു ഇവൻറ്റും കൂടി വരുന്നില്ല. അപ്പോൾ നമുക്ക് ലാവ ഫിഷിങ് നടത്തട്ടോ. എന്തായാലും നമുക്ക് വരുന്ന ഒരു ഒക്ടോബർ 4 വരുന്ന ഗൈസ് ആ ഇവൻറ്റ്. നമുക്കത് ആകുമ്പോൾ നമുക്ക് കളിക്കട്ടോ. അപ്പോൾ ഓക്കെ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.